അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് വിജയം നേടിയ യുദ്ധം. عن الضحاك بن يربوع عن أبيه عن رجل من بني سحيم قد شهدها مع خالد قال لما اشتد القتال وكانت يومئذ سجالا إنما تكون مرة على المسلمين ومرة على الكافرين وقال خالد أيها الناس امتازوا لنعلم بلاء كل حي ولنعلم من أين نؤتى وقال أنا بن الوليد العود أنا بن عامر وزيد ونادى بشعارهم يومئذ وكان شعارهم يومئذ يا محمد فجعل لا يبرز له أحد إلا قتله وهو يرتجز. ഹിജറ 11-ാം വർഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം വിജയം നേടിയ യുദ്ധങ്ങളിൽ പ്രമുഖ സ്ഥാനത്തായിരുന്നു യമാമ യുദ്ധം. വ്യാജ പ്രവാചക വേഷം കെട്ടിയ മുസൈലിമത്തുൽ കദ്ദാബ് കൊല്ലപ്പെടുന്നതും ഈ യുദ്ധത്തിൽ വെച്ചു തന്നെയാണ്. മഹാന്മാരായ സ്വഹാബികൾ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യുദ്ധത്തിൽ വിളിച്ചുകൊണ്ടായിരുന്നു മുന്നേറ്റം നടത്തിയിരുന്നത്. യാ മുഹമ്മദാ യാ മുഹമ്മദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചു കൊണ്ട് ആ യുദ്ധത്തിൽ മുന്നോട്ട് പോവുകയും അതുകൊണ്ട് തന്നെ ഓരോ ശത്രുവിനെയും പരാജയപ്പെടുത്തിയിട്ട് തന്നെയാണ് യുദ്ധത്തിൽ അവസാനം വിജയം കൈവരിച്ചിട്ടുള്ളത് എന്ന് രേഖപ്പെട്ട് കിടക്കുന്നു. ആദ്യ നൂറ്റാണ്ടുകളിലെ ലോക പ്രശസ്ത തഫ്സീർ പണ്ഡിതനായ ഇബ്നു ജരീർ ത്വബരി റളിയല്ലാഹു അൻഹു താരീഖു ത്വബരിയിലും ഈ ചരിത്രം രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാം. പ്രസിദ്ധനായ ഖുർആൻ വ്യാഖ്യാതാവ് ഹാഫിദ് ഇബ്നു കസീർ അവരുടെ ചരിത്ര ഗ്രന്ഥമായ അൽ ബിദായത്തു വൻ നിഹായയിലും ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചു. മരണപ്പെട്ടതിനു ശേഷം സഹായാർത്ഥന ഉദ്ദേശിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചാൽ എന്നു മാത്രമല്ല മനസ്സിൽ കരുതിയാൽ തന്നെ ഷിർക്കാണ് എന്ന് വാദിക്കുന്ന നവീനവാദികൾ ഇവിടെ കണ്ണു തുറക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനു ശേഷം നടത്തപ്പെട്ട ഈ യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ടാണ് സ്വഹാബികൾ മുന്നേറിയതെന്നും അതുകൊണ്ട് തന്നെ അതിൽ അവർക്ക് വമ്പിച്ച വിജയം കൈവരിക്കാൻ കഴിഞ്ഞു എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആശ്രയിച്ചതുപോലെ തന്നെ വഫാത്തിന് ശേഷവും വിവിധ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹായം അവർ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ഭാഗങ്ങളിൽ ഉദ്ധരിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശം തൊപ്പിയിൽ വെച്ചുകൊണ്ട് യുദ്ധത്തെ സമീപിക്കുന്നു. ആ യുദ്ധത്തിലും വിജയിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് സ്വഹാബത്ത് യുദ്ധത്തിൽ മുന്നേറുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇതൊക്കെ ബിദ്അത്തിന്റെ കക്ഷികൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുമോ? ഷിർക്കും മുശ്രിക്കുമല്ലേ അവരുടെ ഭാഷയിൽ ഇതൊക്കെ? ഇസ്ലാമിക ചരിത്രവും വിശ്വാസവും അത്തരം നവീനവാദങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.